ഉപദേശം കേൾക്കാത്ത കാതെന്തിന, ഉസ്താദെ തിരിയാത്ത നഫ്സെന്തിന. ഇന്ന് ഈ വാക്കുകൾ പറയുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്താനോ അപമാനിക്കാനോ അല്ല, ഒരു മുസ്ലിം സഹോദരിയോടുള്ള സ്നേഹവും കരുതലും കൊണ്ടാണ്. കാരണം നമ്മളെല്ലാവരും ഒരേ യാത്രയിലാണ്. ഈ ലോകത്ത് വന്ന എല്ലാവരും ഒരു നാൾ മടങ്ങിപ്പോകും. ആ മടക്കം എപ്പോഴാണെന്ന് മാത്രം നമുക്കറിയില്ല. ഇന്ന് നമ്മൾ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നു. നാളെയും ഇതുപോലെ ഉണ്ടാകുമെന്ന് ആരാണ് ഉറപ്പു നൽകുക? ഇന്നലെ വരെ നമ്മോടൊപ്പം നടന്ന എത്രയോ ആളുകൾ ഇന്ന് മണ്ണിനടിയിലാണ്. അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അവസാനിച്ചു. അവരോടൊപ്പം പോയത് അവരുടെ സമ്പത്തോ പ്രസക്തിയോ അല്ല, അവർ ചെയ്ത അമലുകളാണ്. ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ ആയിരക്കണക്കിന് ആളുകൾ കാണും. ചിലർ പ്രശംസിക്കും, ചിലർ കൈയടിക്കും. പക്ഷേ ആ കൈയടികൾ ഖബറിലെ ഇരുട്ടിൽ സഹായിക്കില്ല. ലൈക്കുകളും വ്യൂസുകളും മീസാനിൽ ഭാരമായി നിൽക്കില്ല. അവിടെ വിലയുള്ളത് അള്ളാഹുവിന് വേണ്ടി ചെയ്ത നല്ല പ്രവൃത്തികളാണ്. ഇപ്പോൾ നമ്മൾ ദുൽഹജ്ജിന്റെ പുണ്യമേറിയ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ദിവസങ്ങളുടെ മഹത്വം എത്ര വലുതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഒരു വിശ്വാസി തന്റെ ജീവിതം കൂടുതൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കും. പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും തൗബ ചെയ്യാനും അവർ ശ്രമിക്കും. എന്നാൽ സാബിറത്താത്ത ചെയ്ത ഈ പ്രവൃത്തി നിങ്ങൾ കണ്ടിട്ടില്ലേ? ദുൽഹജ്ജിലെ പുണ്യമേറിയ ആദ്യ 10 ഒരു ദിവസമാണ് ഈ താത്ത തലയിൽ പൂവം വെച്ച് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരു കുളിസീൻ വിട്ടത്. ആ വിശുദ്ധ ദിവസങ്ങളിൽ പോലും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ തുറന്നു കൊണ്ടുപോകുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കണം, നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ എന്തു മറുപടിയാണ് നമുക്ക് പറയാനുള്ളത്? നിങ്ങളെ ഉപദേശിക്കുന്ന ഉസ്താദുമാരെയും പണ്ഡിതന്മാരെയും ശത്രുക്കളായി കാണരുത്. അവർ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് നന്മ ലഭിക്കട്ടെ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ സത്യം കേൾക്കാൻ പ്രയാസമായിരിക്കും, പക്ഷേ ഹൃദയത്തെ രക്ഷിക്കുന്നത് പലപ്പോഴും ആ സത്യമാണ്. ഇന്ന് നിങ്ങൾക്ക് ഒരു അവസരമുണ്ട്. അള്ളാഹുവിൻ്റെ വാതിൽ ഇപ്പോഴും തുറന്നിരിക്കുന്നു. ജീവൻ തൊണ്ടക്കുഴിയിലെത്തുന്നതുവരെ തൗബയുടെ വാതിൽ അടയുന്നില്ല. ഒരു കണ്ണീർ തുള്ളിയോടെ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന അടിമയെ അള്ളാഹു സ്വീകരിക്കും. ഒരു നിമിഷം സ്വന്തം ഖബറിനെ കുറിച്ച് ചിന്തിക്കൂ. ഒരു ദിവസം എല്ലാവരും നമ്മെ ചുമന്ന് കൊണ്ടുപോകും. നമ്മൾ താമസിച്ച വീട്ടിൽ നിന്ന് അവസാനമായി പുറത്തേക്ക് കൊണ്ടുപോകും. അന്ന് യൂട്യൂബ് ചാനലും ഉണ്ടാകില്ല, ഫോണും ഉണ്ടാകില്ല, ഫോളോവേഴ്സും ഉണ്ടാകില്ല, നമ്മളും നമ്മുടെ പ്രവൃത്തികളും മാത്രം. ഒരു ഉസ്താദ്, ഉമ്മ ഞാനിനി ഒരിക്കലും നിങ്ങളെ ഉപദേശിക്കില്ല, എനിക്കിത് സഹിക്കാനാകുന്നില്ല ഉമ്മ, നിങ്ങൾക്കൊന്ന് തിരുത്തിക്കൂടെ? എന്തിനാണ് ഉമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിനും സാബിത്താന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഉസ്താദെ, ഞാൻ അങ്ങനെ കുളിച്ചില്ലല്ലോ, ഞാൻ ദേഹത്ത് മുഴുവൻ വെള്ളമാകുമ്പോഴേക്കും ഞാൻ കുളി നിർത്തിയില്ലേ ഉസ്താദെ എന്ന്. ചിലപ്പോഴൊക്കെ സാബിറത്താത്ത മതപരമായുള്ള അറിവുകൾ പറയാറുണ്ട്. തൻ്റെ പ്രേക്ഷകരോട് ചില ദിക്റുകൾ ചൊല്ലിയാൽ അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കുമെന്നെല്ലാം പറയും. പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഇതുവരേക്കും തന്നെ താത്താക്ക് അത് പാലിക്കാനായില്ല എന്നുള്ളത് വലിയ വിഷമം തന്നെ നൽകുന്നു. നിങ്ങളോട് വീഡിയോ ചെയ്യണ്ട എന്ന് ആരും തന്നെ പറയുന്നില്ല, പക്ഷേ മാന്യമായ രീതിയിൽ ചെയ്യണം. ഒരു കാര്യം ഓർത്തു വെച്ചോ, ഇന്ന് ലഭിക്കുന്ന ചെറിയ പ്രസക്തിയേക്കാൾ വലിയതാണ് അള്ളാഹുവിൻ്റെ തൃപ്തി. ഇന്ന് കിട്ടുന്ന പ്രശംസകളേക്കാൾ വിലയുള്ളതാണ് നാളെ അള്ളാഹു പറയുന്ന ഒരു വാക്ക്: എൻ്റെ അടിമേ, ഞാൻ നിന്നോട് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന വാക്ക്. ഞാൻ നിങ്ങളെ നന്മ കൊണ്ട് ഉപദേശിക്കുന്നത് നിർത്തുക. അത്രയും വേദനയുണ്ട് സാബിമ്മ. ഒരാളുടെ തെറ്റ് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉപദേശിക്കുന്നത് അവർ നന്നാകാനുള്ള കൊതി കൊണ്ടാണ്. അവർ നാളെ അള്ളാഹുവിന്റെ മാർഗത്തിലായി നല്ല ഇബാദത്ത് ചെയ്ത് നന്മയാർന്ന പ്രവർത്തനം ചെയ്യുമ്പോൾ ഈ മുത്തഅല്ലിമിന് റബ്ബിന്റെ അടുക്കൽ ഒരു പരിഗണന, അള്ളാഹുവിന്റെ മുമ്പിൽ സ്വീകാര്യത കിട്ടാൻ തന്നെയാണ്. പക്ഷേ ഉമ്മ, നിങ്ങൾ ഒരുപാട് അതിര് വിട്ടു പോകുന്നുണ്ട്. സാബിമ്മ, നിങ്ങളെ പലർക്കും ഇഷ്ടമാണ്, പക്ഷെ നിങ്ങളെ ഈ പ്രവൃത്തിയിൽ പലർക്കും നല്ല വിഷമമുണ്ട്. നമ്മുടെ ഈ പ്രായത്തിൽ നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കേണ്ടവരാണ്. നമുക്ക് അതിനും ഈ പ്രായത്തിൽ കഴിഞ്ഞില്ലെങ്കിൽ നാം ഓർക്കണം, നമ്മുടെ ഈമാൻ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. പൊതുവെ നമ്മളെല്ലാം കണ്ടുവരുന്നത്, പ്രായം കൂടുന്തോറും തെറ്റുകളിൽ നിന്നൊക്കെ പലരും വിട്ടു നിൽക്കാൻ തുടങ്ങും. പള്ളിയിൽ പലരും സജീവമാവും, നന്മയാർന്ന പ്രവർത്തനങ്ങൾ അവരെപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കും. എന്നാൽ ഉമ്മാടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്.